സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പ്രതിജ്ഞ ചെയ്ത് നാനാഭാഗത്തും ആ ഊരിപ്പിടിച്ച വാളുമായി ഖുറൈശികൾ നബിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ഒരു സന്ദർഭത്തിൽ ആ നബിന്റെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ ആർക്കാണ് സഹോദരങ്ങളെ ധൈര്യം ഉണ്ടാകുക? സ്വന്തം ജീവനിൽ പേടിയിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകുക? ഒരാളെ കൊല്ലാൻ ഇവിടെ നാട്ടുകാർ മൊത്തം കത്തിയും കുടം വടിവാളും കുടച്ചക്കര എടുത്ത് നിൽക്കുന്ന നേരത്ത് ആ മനുഷ്യന്റെ കൂടെ നടക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാകുക? അങ്ങനെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയ മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാതെ എനിക്കെന്തെങ്കിലും പറ്റുമെന്നല്ല. ആ വിരിപ്പിലിറങ്ങിയ അലി റളിയല്ലാഹു അൻഹു ധൈര്യങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? ആ വിരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ ഇത് എന്നെ എല്ലാവരും കൊല്ലാൻ വേണ്ടി വാളും വടിയും ഒക്കെ ആയിട്ട് നടക്കണ ഫുള്ള് നാട്ടുകാർ ഉറക്കല്ലാതെ നടക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ബെഡ് കയറി എൻ്റെ പുതപ്പിൻ്റെ അടിയിൽ തലം മൂടി കിടക്കാൻ ആർക്ക് ധൈര്യം ഉണ്ടാകുക? ആൾ മാറി കൊല്ലൂലേ? ഇവിടെ ആൾ മാറി മൂത്തുകൊക്കി വെടിക്കിട്ട് എന്നിട്ടാണ് പുറപ്പിനുള്ളിൽ തലട്ട് കിടക്കാൻ. സഹോദരങ്ങൾ, അത് ധൈര്യമാണ്. എന്തിന്? റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ജീവന തുല്യം സ്നേഹിച്ചവർ. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം, ഉഹദ് യുദ്ധം അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ മയ്യത്തന്നെ നബിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് നടക്കണം. നബി അവിടെ നബിനെ കാണാൻ, കാരണം നബിക്ക് പരിക്ക് പറ്റിയിട്ടുള്ള ന്യൂസ് സ്പ്രെഡായി നിൽക്കുകയാണ്. നബിക്ക് നല്ല പരിക്ക് പറ്റിയ യുദ്ധമാണ് ഉഹദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ക്ഷീണം സംഭവിച്ച യുദ്ധമാണ് ഉഹദ് യുദ്ധം. അപ്പോൾ പ്രവാചകൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ അങ്കലാപ്പുരായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ, ഇങ്ങനെ അൻസാരിയായ ഒരു സ്ത്രീ ഓടി നടന്ന് ചോദിക്കണം, എവിടെയാണ് നബി? അപ്പോൾ ആദ്യം കേട്ട ന്യൂസ് എന്തോ, നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ട് മൈൻഡ് ചെയ്യണില്ല. കുറച്ചുകൂടി മുന്നോട്ട് എവിടെയാണ് പ്രവാചകൻ അന്വേഷിച്ച് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ട്, നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവർ കുലുങ്ങണില്ല. പിന്നെ എവിടെയാണ് മയ്യത്ത് എന്നല്ല ചോദിക്കുന്നത്, പ്രവാചകൻ എവിടെയാണ് ചോദിക്കുന്നത്, എവിടെയാണ് റസൂൽ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെടുകയും പിതാവ് കൊല്ലപ്പെട്ടു, ആങ്ങളെ വധിക്കപ്പെട്ടു, ഭർത്താവ് വധിക്കപ്പെട്ടു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സമാധാനമടഞ്ഞതിന് ശേഷമാണ് തന്റെ പ്രിയപ്പെട്ടവർ മൃതശരീരത്തിന്റെ അരികിലേക്ക് ആ സ്ത്രീ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സഹാബത്ത്, ആ അനുചരന്മാർ അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. അങ്ങനെയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അല്ലേ, ആ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബിക്കും ശത്രുക്കൾക്കും ഇടയിൽ നിന്ന് നബി കേൾക്കേണ്ട മുഴുവൻ പരിക്കുകളും വെട്ടുകളും ഏറ്റുവാങ്ങിയ ത്വൽഹത്തിനെ നോക്കിയിട്ടാണ് അന്ന് സഹാബത്തിന് ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി, നമ്മൾ എപ്പോഴും ഇസ്ലാമിൽ മരിച്ച രക്തസാക്ഷികൾ ഉണ്ടാവുള്ളൂ, ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കണ്ടാൽ മതി എന്നാണ്. അത്രയും പരിക്കുകൾ പറ്റിയ ഒരു കയ്യന് ആ ഉഹദ് യുദ്ധത്തിന് ശേഷം ഒരു കൈ പിന്നെ പൊക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്, വെട്ടേറ്റിട്ട് നോക്കി. അത്രയും ജീവിച്ചിരിക്കുക പ്രവാചകനെ അങ്ങനെ മുന്നിൽ നിന്ന് വെട്ടുകൊണ്ട് സംരക്ഷിച്ച ആ സഹാബത്ത് സഹോദരങ്ങളെ, ആ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ 12 ഒരു സ്വലാത്ത് അധികം ചൊല്ലിയിട്ടില്ല. റബീഉൽ അവ്വൽ 12 ഞങ്ങളുടെ നബി ജനിച്ചത് എന്ന് അവർ എവിടെയും പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു പായസം, എന്തെങ്കിലും ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒരു സ്വതക്ക അവർ അധികം കൊടുത്തതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തീയതിയെക്കുറിച്ച്, അങ്ങനെ ഒരു ജന്മദിനത്തെക്കുറിച്ച് പോലും അവർക്കറിയില്ല. അവർക്കില്ലാത്ത സ്നേഹമാണോ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് അല്ലേ? റബീഉൽ അവ്വൽ 12 അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഉണ്ടാകുമെന്ന പ്രവാചക സ്നേഹത്തിന് എന്ത് മാതൃകയാണ് സഹോദരങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്? പ്രവാചകൻ അറിയാത്ത ഒരു റബീഉൽ അവ്വൽ 12, സഹാബത്തിന് അറിയാത്ത ഒരു ജന്മദിനം, താബിഈങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഒരു ജന്മദിനം, മദ്ഹബിന്റെ തലമുതിർന്ന 4 ഇമാമുകൾക്ക് പോലും തിരിയാതെ പോയ ഒരു റബീഉൽ അവ്വൽ. എങ്ങനെയാണ് സഹോദരങ്ങൾ അതിന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാകുക? ഇതൊക്കെ ആളുകൾ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയ, ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി മറ്റു മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അതിനെ വികൃതമാക്കാൻ ശ്രമിച്ച ആളുകളുടെ ശ്രമമാണ് സഹോദരങ്ങൾ. അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഈ മുസ്ലിം ഉമ്മത്ത് കാണിക്കണം.